ഹായ് ഓൾ. ലോമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു JMIയുടെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ ഒരു പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ഡിസ്കഷൻ നോക്കാം. GK കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. JMIയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. UG PG എല്ലാ കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. April 10th ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുൻപായിട്ട് 5 ഇയർ കോഴ്സ് കേരളത്തിന് പുറത്ത് പോയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു എൻട്രൻസ് എക്സാം ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും JMIക്ക് അപ്ലൈ ചെയ്യുന്നത് യൂസ്ഫുൾ ആവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഹൈ ലെവൽ പാനൽ ഹെഡഡ് ബൈ ഡാഷ് ഹാസ് റെക്കമെൻഡഡ് റോഡ് മാപ്പ് ഫോർ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 1 നേഷൻ 1 ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ റിപ്പോർട്ട് ഹെഡഡ് ബൈ രാംനാഥ് കോവിന്ദ് സാറ് സബ്മിറ്റ് ചെയ്ത് 2024 അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2024 1 നേഷൻ 1 ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ റെക്കമെൻഡേഷൻസ് രാംനാഥ് കോവിന്ദ് സാറ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഇൻ March 2024 ദി ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഡാഷ് പാസ്ഡ് എ ബിൽ ദാറ്റ് കുഡ് പൊട്ടൻഷ്യലി ലീഡ് ടു ദി ബാനിങ് ഓഫ് ദി പോപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ഇൻ ദി കൺട്രി. ഏത് കൺട്രിയാണ് ടിക്ടോക്ക് ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഈ വർഷവും തീർച്ചയായിട്ടും നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞോടെ 47th പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നു. അതുപോലെ തന്നെ WHO വിഡ്രോ ചെയ്തു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുന്നു. റഷ്യയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അഗ്രിമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യുന്നു. അത്തരത്തിൽ ഒരുപാട് ഇൻ്റർനാഷണൽ അഫയേഴ്സ് നടക്കുന്നുണ്ട്. JMI പോലുള്ള എക്സാംസിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് നോക്കി വെക്കുന്നതും വളരെ നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഹൂ ഇസ് ദി ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ഇൻ ദി രാജ്യസഭ. രാജ്യസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. മല്ലികാർജുൻ ഖാർഗെ. കഴിഞ്ഞ വർഷം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എക്സാം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നത്. ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആയി നിന്നിരുന്നത് മാറി രാഹുൽ ഗാന്ധി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫുട്ബോൾ ടീം വൺ ദി ചാമ്പ്യൻസ് ലീഗ് 2023? സ്പോർട്സിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബാലൻഡിയോറോ ചാമ്പ്യൻസ് ലീഗോ IPL എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2024 വരുന്ന സമയത്ത് റയൽ മാഡ്രിഡ് ആണ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ 2-0 തോൽപ്പിച്ചിട്ടാണ് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. ഈ വർഷവും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് ഒഴിവാക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് സിലക്റ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് തുർക്കി ഇൻ 2023. 2023 പ്രസിഡൻ്റായി വന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ D ആണ് അതിൽ. റിസബ് എഡർഗോൺ എന്ന് പറയുന്ന ആളാണ് പ്രസിഡൻ്റായി വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് അല്ലെങ്കിൽ കൺട്രീസ് ഹെഡ്സ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. തീർച്ചയായിട്ടും നോക്കി വെക്കണം. കാനഡയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്താണ് കഴിഞ്ഞിട്ടുള്ളത്. നോക്കി വെക്കണം. അതുപോലെ തന്നെ മെക്സിക്കോയിൽ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ആരാന്നുള്ളതൊക്കെ നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സാംസിന് വളരെ യൂസ്ഫുൾ ആവും. നമ്മളെ സ്റ്റുഡൻസിന് നമ്മൾ വളരെ കൃത്യമായിട്ട് അതൊക്കെ ഫോളോ അപ്പ് കൊടുക്കുന്നുമുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സാണ് ജോബ് സെക്യൂരിറ്റിയുടെ ക്രാഷ് കോഴ്സ്. April 1 തുടങ്ങിയിട്ട് ക്ലീ എക്സാം വരെയുള്ള ഡ്യൂറേഷനാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ക്ലീ എക്സാം മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് അല്ല നമ്മൾ കൊടുക്കുന്നത്. JMI, ക്യുസാറ്റ്, AMU, CUET എല്ലാത്തിൻ്റെയും ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കോച്ചിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈഡ്, വർക്ക് ബുക്സ്, ലോ എമിനൻസ് ആപ്പ്, മന്ത്ലി GK കറണ്ട് അഫയേഴ്സ് ഡൈജസ്റ്റ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഭാഗമായിട്ട് 250+ ആക്ച്വൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്, സെക്ഷണൽ വൈസ് ടെസ്റ്റ്, ആക്ച്വൽ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ജാനുവരിയിലാണ് നമ്മുടെ 3rd എഡിഷൻ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് റിലീസ് ആയിട്ടുള്ളത്. ന്യൂ ക്രിമിനൽ ലോസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം അതിൽ അപ്ഡേറ്റഡ് ആണ്. കേരളത്തിലെ തന്നെ മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലോ എമിനൻസ് എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ആക്സസും നമ്മൾ ക്ലീ എക്സാം വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ക്ലീ എക്സാം വരെ ആഴ്ചയിൽ 5 ദിവസം April 1 തുടങ്ങിയിട്ട് എന്നാണോ ക്ലീ എക്സാം അതുവരെയുള്ള ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫുഡ് മ്യൂസിയം ലോഞ്ച്ഡ്? ആൻസർ വരുന്നത് തഞ്ചാവൂരാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻ ഇന്ത്യയാണ്. അത്തരത്തിലുള്ളതും നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് അരുൺ ഗോയലാണ്. ഓപ്ഷൻ A. അതിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഓപ്ഷൻ C ആണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം.
ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. സി ജ്ഞാനേഷ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ചീറ്റാസ് ഓഫ് പ്രൊജക്ട് ചീറ്റ വർ ബ്രോഡ് ഫ്രം ഡാഷ് ആൻഡ് ഡാഷ്. കഴിഞ്ഞ വർഷം ഒരുപാട് ചീറ്റകളൊക്കെ ഇറക്കിയത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമീബിയയിൽ നിന്നുമാണ്. അത് പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ടായിരുന്നു ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എർത്ത് അവർ ഇവന്റ് ഇസ് എ ഗ്ലോബൽ ആനുവൽ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. എർത്ത് അവർ എന്ന് പറയുന്നത് രാത്രി ലൈറ്റ് ഓഫ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അത് WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്ന WWF ആണ് അത് എല്ലാ വർഷവും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഫേമസ് ഇന്ത്യൻ ഗസൽ ആൻഡ് പ്ലേബാക്ക് സിംഗർ ഹു പാസ്ഡ് അവേ ഇൻ February 2024. പങ്കജ് ഉദാസ് ആണ്. ഈ വർഷം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ സക്കീർ ഹുസൈൻ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. ഇതുപോലെ തന്നെ ആർട്ട് അല്ലെങ്കിൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സക്കീർ ഹുസൈൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വെച്ച് നോക്കിയിട്ട് എക്സാമിന് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. Abhijit Vinayak Banerjee, an Indian-born naturalized American economist who won the Nobel Prize in 2019, is a professor at Dash. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി MIT ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, ഹു ഈസ് ദി കറന്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അത് എക്സാം നടക്കുന്ന സമയത്ത് രേഖ ശർമ്മയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 9th ചെയർപേഴ്സൺ ആണുള്ളത്. രേഖ ശർമ്മ എന്നുള്ള ആൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ്റെ ചെയർപേഴ്സൺ ആരാന്ന് അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദി ടോർച്ച് ബെയറർ ഫോർ ദി 2024 പാരീസ് ഒളിമ്പിക്സ്. ക്വസ്റ്റ്യൻ കൺഫ്യൂസ്ഡ് ആവരുത്. ഫ്ലാഗ് ബെയററും ഉണ്ട്, ടോർച്ച് ബെയററും ഉണ്ട്. ടോർച്ച് ബെയറർ ആൻസർ വരുന്നത് അഭിനവ് ബിന്ദ്രയാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻ വരാനുള്ള മറ്റൊന്നാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി കൊടുക്കുന്ന ഹയസ്റ്റ് അക്വലേഡ് ആണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. അത് ഈ വർഷം കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ആയിട്ടുള്ള അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാണ് അഭിനവ് ബിന്ദ്ര. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ കിട്ടി, ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഒളിമ്പിക്സിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ആരാണെന്നൊക്കെ നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, ഇമ്രാൻ ഖാൻ ഈസ് ദി ഫൗണ്ടർ ഓഫ് വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി. ഇമ്രാൻ ഖാൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ്. കുറച്ച് ഇൻറ്റേർണൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിലവിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അതിൻ്റെ ജോഗ്രഫി, ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ നോക്കി വെക്കുന്നതും യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആനിമേറ്റഡ് ഫിലിം വൺ ദി ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം അറ്റ് ഓസ്കാർസ് 2024. കഴിഞ്ഞ വർഷത്തതാണ് ക്വസ്റ്റ്യൻ. ദി ബോയ് ആൻഡ് ദി ഹെറോൺ ആണ് ആൻസർ വരുന്നത്. 2025 ഓൾറെഡി ഓസ്കാർസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ ഒരു PDF വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓസ്കാർസ് മെസ്സേജ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവച് ടെക്നോളജി ഈസ് റിലേറ്റഡ് ടു. ന്യൂസിൽ കൃത്യമായിട്ടുള്ളതാണ്. ട്രെയിൻ ആക്സിഡൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ കവച് ടെക്നോളജിക്ക് എന്ത് പറ്റി, ഇപ്പോഴും വർക്കിംഗ് അല്ലേ എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേസ് ആണ് അതിൻ്റെ ആൻസർ. എല്ലാ റെയിൽവേ ബജറ്റിലും കവച് ടെക്നോളജി, ഓട്ടോമേറ്റഡ് ബ്രേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് കവച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെയിം ഇന്ത്യ സ്കീം ഈസ് റിലേറ്റഡ് ടു. ഓട്ടോമൊബൈൽസ് ആണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെഹിക്കിൾസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ അഡോപ്ഷൻ, മാനുഫാക്ചറിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് ഫെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാർഡ് ഈസ് ദി നെയിം ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോട്ട് ഡെവലപ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ വർഷവും ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ വർഷം അങ്ങനെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒന്നാണ്. ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡീപ് സീക്ക് ഒരു ചൈനീസ് AI ടൂളാണ്. ലിയാങ് വെൻഫെങ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഡെവലപ്പറായിട്ട് പറയപ്പെടുന്ന. ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരാം. ഓപ്പൺ AIയുടെ കാലഘട്ടം കഴിഞ്ഞു. സാം ആൾട്ട്മാൻ എന്ന് കേട്ട് ഇനി അടുത്തത് ഡീപ് സീക്ക് ആണ്. തീർച്ചയായിട്ടും ഡീപ് സീക്കിനെ പറ്റി നോക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദി പ്രസൻറ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹേമന്ത ബിശ്വ ശർമ്മയാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ട ഒന്നാണ് മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ ഈ അടുത്ത് റിസൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിപ്പൂരും മുഴുവൻ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം നോക്കി വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഹാസ് എമേർജ് വിക്ടോറിയസ് ഇൻ ദി വിജയ് ഹസാരെ ട്രോഫി
23-24 ഹരിയാനയാണ്. 24-25 അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്തോളൂ. ഏത് ടീമാണ് ഏത് ടീമിനെയാണ് തോൽപ്പിച്ചതെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒളിമ്പിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു, അതിന് മുൻപ് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വസ്റ്റ്യൻ വന്നു, ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വിജയ് ഹസാരെ ട്രോഫി എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. സ്പോർട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വിച്ച് കമ്പനി ഹാസ് ഡെവലപ്ഡ് ജസ്റ്റ് വാക്ക് ഔട്ട് എ കാഷ്വൽലെസ് ഷോപ്പിംഗ് ടെക്നോളജി? എൻ്റെ ആൻസർ വരുന്നത് ആമസോൺ ആണ്. ജെഫ് ബെസോസിൻ്റെ ആമസോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഹു വൺ ദി ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ഓസ്കാർസ് 2024? ഓസ്കാറിൽ നിന്ന് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഓസ്കാറിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓസ്കാർസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PDF കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ ഒരു PDF വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓസ്കാർന്ന് കമൻറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം അത് കിലിയൻ മേർഫിക്കാണ് കിട്ടിയത്, ഈ വർഷം അഡ്രിയാൻ ബ്രോഡിക്കാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് ഹംബൻടോട്ട പോർട്ട് വിച്ച് വാസ് ഇൻ ദി ന്യൂസ് ഇസ് ഇൻ വിച്ച് കൺട്രി? ആൻസർ വരുന്നത് ശ്രീലങ്കയാണ്. കഴിഞ്ഞ വർഷം ആ ഒരു സമയത്താണ് ശ്രീലങ്കയിൽ ഒരുപാട് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ശ്രീലങ്ക റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വരുന്നു നമ്മളെല്ലാവരും ഉറപ്പിച്ചത് തന്നെയായിരുന്നു. അത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, എന്നാലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതും ഒരു സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും വീണ്ടും സ്പോർട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, തീർച്ചയായിട്ടും നോക്കി വെക്കണം. നെയിം ദി ജർമ്മൻ ഫുട്ബോൾ ലെജൻഡ് വിന്നർ ഓഫ് ദി ഫിഫ വേൾഡ് കപ്പ് ആസ് എ പ്ലെയർ ആൻഡ് ഹെഡ് കോച്ച് ഹൂ പാസ്ഡ് അവേ റീസെൻ്റ്ലി? കഴിഞ്ഞ വർഷം പാസ്ഡ് അവേ ആയിട്ടുള്ള ആളാണ്. ഫ്രാൻസ് ബെക്കൻബോർ എന്നാണ് ആളുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ബിക്കെയിം ദി ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ നേഷൻ ടു രജിസ്റ്റർ സെയിം സെക്സ് മാരേജ്? സെയിം സെക്സ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൗത്ത് ഏഷ്യൻ കൺട്രി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നേപ്പാളാണ്. ഫസ്റ്റ് ഏഷ്യൻ കൺട്രി വരുന്നത് തായ്വാനാണ്. ഹൂ ഇസ് ദി ഫൗണ്ടർ ഓഫ് ഓപ്പൺ AI? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ AI സാം ആൾട്ട്മാനൊക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നിറഞ്ഞു നിന്നതായിരുന്നു. ഈ വർഷം അത് ഡീപ് സീക്ക് വരാനൊരു ചാൻസ് ഉണ്ട്, നോക്കി വെക്കണം ക്ംപ്ലീറ്റ് ഡീറ്റെയിൽസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി വിൽ ബി ഡെവലപ്ഡ് ആസ് ദി ഇന്ത്യാസ് ഫസ്റ്റ് AI സിറ്റി? വീണ്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇൻ ഇന്ത്യ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ബാംഗ്ലൂർ കാണുമ്പോൾ നമ്മളെല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് ചാടി കയറി ഓപ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ അല്ല, ലക്നൗ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു എ റീസെൻറ്റ് റിപ്പോർട്ട് ഓഫ് ഫോബ്സ് വിച്ച് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് കറൻസി ഇൻ ദി വേൾഡ്? ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കറൻസി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കുവൈത്തി ദിനാറാണ്. ഹൂ ഇസ് ദി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ? തീർച്ചയായിട്ടും എല്ലാ വർഷവും ആർമി ഡിഫൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അനിൽ ചൗഹാൻ ആണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും വരാറുണ്ട്. നേവലിൽ ചോദിക്കാറുണ്ട്, എയർ മാർഷൽ ചോദിക്കാറുണ്ട്. മുഴുവൻ ആളുകളുടെയും പേര് കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ December 10th ഇൻ കമ്മമറേഷൻ ഓഫ് ഡാഷ്? അഡോപ്ഷൻ ഓഫ് ദി UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 December 10th UN അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് December 10th ആ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇയർ 1948 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റീസെൻ്റ്ലി വിച്ച് ലെജിസ്ലേച്ചർ ഹാസ് ഇനാക്റ്റഡ് ദി യൂണിഫോം സിവിൽ കോഡ്? കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വരികയും ചെയ്തു. ഉത്തരാഖണ്ഡാണ്. ഈ വർഷവും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ DPSP എന്നൊക്കെ. യൂണിഫോം സിവിൽ കോഡ് വരുന്നത് ആർട്ടിക്കിൾ 44 ആണ്. DPSP വരുന്നത് ആർട്ടിക്കിൾ 36 to 51 ആണ്. മാറിപ്പോരുത്, കൺഫ്യൂസ്ഡ് ആവരുത്, നോക്കി വെക്കണം. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ഈ ഫീച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, DPSP എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ്, ഗോവയിൽ ഓൾറെഡി ഉള്ളതുമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു UN റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ C ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 4ഉം യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ്. പക്ഷേ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് 1994 തൊട്ടിട്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ല. ട്രസ്റ്റ് ടെറിട്ടറീസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആക്റ്റീവ് അല്ല. ബാക്കിയെല്ലാം ഇപ്പോഴും ആക്റ്റീവ്ലി റണ്ണിങ് ആണ്. അതുകൊണ്ടാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി UNFCCC, അതും യുണൈറ്റഡ് നേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. UNFCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിൽ ആൻസർ വരുന്നതും സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഈ UNFCCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജർമ്മനിയിലാണ്. നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കൺവെൻഷൻ ഡാഷ് കൺവെൻഷൻ എയിംസ് ടു കൺസേർവ് ആൻഡ് സസ്റ്റൈനബിളി മാനേജ് വെറ്റ്ലാൻഡ്സ്?
വെറ്റ്ലാൻഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആവാനാണ് ഇത് സാധ്യത. റാംസർ ആണ്. റാംസർ എന്ന് പറയുന്നത് ഇറാനിലെ ഒരു സ്ഥലമാണ്. 1971 അത്തരത്തിലൊരു കൺവെൻഷൻ സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റാംസർ കൺവെൻഷൻ എന്നാണ് പൊതുവിൽ അത് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ആസ് ഓഫ് നൗ 89 റാംസർ സൈറ്റ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ? ഓൾഡസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് ഹൈക്കോർട്ട് ഓഫ് കൽക്കട്ടയാണ്. ഫോർട്ട് വില്യം, ജുഡിക്കേച്ചർ ഓഫ് ഫോർട്ട് വില്യം അറ്റ് കൊൽക്കത്ത എന്ന് പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ പേരുണ്ടായിരുന്നത് മുൻപ്. അതിനുശേഷമാണ് മദ്രാസ്, ബോംബെ ഒക്കെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഗുലേറ്റ്സ് ദി മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ് ഇൻ ഇന്ത്യ? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, FSSAI എന്ന് പറയുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇതിനെ ഷോർട്ടാക്കി നമ്മൾ ഫസായി എന്നാണ് പറയാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി, ഇതും ജനറലി എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടാണ്. ഇന്ത്യ ഇതുവരെ ആ റോം സ്റ്റാറ്റ്യൂട്ട് റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. JMIയുടെ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ വെയിറ്റേജ് സ്ഥിരമായിട്ട് 150 ചോദ്യത്തിൽ ഒരു 100 ചോദ്യത്തിൻ്റെ അടുത്തും ലീഗൽ പ്ലസ് ജനറൽ നോളജ് എന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. അതിലും മെജോറിറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ജനറൽ നോളജ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന പോലെ ലീഗൽ ഒരുപാട് പഠിച്ചതുകൊണ്ട് JMI നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. GK അത്ര തന്നെ വെയിറ്റേജ് വരുന്ന ഒരു എക്സാമാണ്. നന്നായിട്ട് പഠിച്ചാൽ, GK നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും. അപ്പോൾ അത്തരത്തിലൊരു കോച്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂരിറ്റിയുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. April 1 ക്ലാസ് തുടങ്ങുന്നത്. ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.